കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയേ. കള്ളന്മാർ നടുവിൽ തേജസ്സായി പൊന്മുഖം, ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭയെ. കൈലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. ആ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റപ്പായേ. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ച് വ്യക്തിപരമായ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈശോയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. അത്യുന്നതനും സർവശക്തനും സർവാധിപനുമായിരിക്കുന്ന പൊന്നുതമ്പുരാനെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയുടെ മുന്നിലേക്ക് ഇതാ കടന്നു വരുന്നോപ്പാ. ഞങ്ങളെ എവിടുന്ന് ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ നിയോഗങ്ങൾ എവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നീശോയെ, 99 നീതിമാന്മാരെക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുമെന്ന് വചനം ഞങ്ങളെ അറിയിച്ച കർത്താവേ, മഹാപാപികളായ ഞങ്ങളപ്പാ നിൻ്റെ മുന്നിൽ ഈ പ്രഭാതത്തിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഉള്ളങ്ങളെയും ഉള്ളുകളെയും അറിയുന്ന പൊന്നുതമ്പുരാനെ, ഞങ്ങളെ മുഴുവനായിട്ടും അറിയുന്ന ഈശോയെ, ഞങ്ങളുടെ പാപങ്ങളെയും പാപസാഹചര്യങ്ങളെയും വിട്ടുപേക്ഷിച്ചുകൊണ്ട് ഈ നോമ്പുകാലം അനുതാപത്തിലൂടെ അപ്പൻ്റെ അടുക്കിലേക്ക് ഒരു തിരിച്ചൊരവ് ആഗ്രഹിക്കുന്ന ഞങ്ങളെ നീ സ്വീകരിക്കണമേ അപ്പാ. ജീവിതത്തിൻ്റെ പല മേഖലകളിൽ വീണുപോയ ഇടങ്ങളിൽ നിന്ന്, തെറ്റിപ്പോയ ഇടങ്ങളിൽ നിന്ന് കർത്താവേ, ആത്മാർത്ഥമായി അനുതപിച്ചുകൊണ്ടപ്പാ നിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത പൊന്നു കർത്താവേ, ക്രൂശിതനായ കർത്താവിനെ നോക്കി ഞങ്ങൾ ജീവിക്കുവാൻ ഈശോയെ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ അപ്പാ. ഈ നോമ്പുകാലം ഏറ്റവും വിശുദ്ധിയോടുകൂടി അപ്പൻ്റെ അടുക്കലായിരിക്കുവാൻ തക്കവിധം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനം ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: നിങ്ങൾക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യാം, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. എൻ്റെ കർത്താവേ, ഈ നോമ്പിലൂടെ ഞങ്ങൾ നേടിയെടുത്ത നന്മകളെ, സ്വീകരിച്ച കൃപകളെ കർത്താവെ എന്നും നിലനിർത്തുവാൻ തക്കവിധം ഈശോയെ പ്രലോഭകനായ പിശാചിനെ അതിജീവിക്കുവാൻ കരുത്ത് നീ ഞങ്ങൾക്ക് തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ. 1 പത്രോസ് 5:8 പറയുന്നു: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു. കർത്താവേ, ഈ പിശാചിനെതിരെ നോമ്പെന്ന ആയുധം ധരിച്ചുകൊണ്ട് പോരാടുവാൻ തക്കവിധം നിൻ്റെ പരിശുദ്ധാത്മാവിനെ നീ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ഞങ്ങളുടെ സമൂഹ ജീവിതത്തിലും നിറയുവാൻ തക്കവിധം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പാ. ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. നിൻ്റെ ആത്മാവില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ലപ്പാ. അത്യുന്നതൻ്റെ ശക്തി ഞങ്ങളിലേക്ക് അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പ് വിശുദ്ധിയോടുകൂടി ഞങ്ങൾ നോക്കുമ്പോൾ എൻ്റെ കർത്താവേ, ഇത് കഴിഞ്ഞു വരുന്ന ദിനങ്ങൾ ഏറ്റവും വിശുദ്ധിയോടുകൂടി അപ്പൻ്റെ മുന്നിലായിരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കുകയോ പരിഗണിക്കുകയോ ഇല്ല. ഇതാ ഒരു പുതിയ കാര്യം, ഒരു പുതിയതൊന്നും വിളയെടുക്കുന്നത് നീ അറിയുന്നില്ലേ? ഈശോയെ, നിൻ്റെ വചനം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു അപ്പാ. നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പഴയതിനെ വിട്ടുപേക്ഷിച്ചുകൊണ്ട് അപ്പൻ്റെ മുന്നിൽ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുവാൻ ഈ നോമ്പുകാലം നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. ജീവിതത്തിൽ തന്ന എല്ലാ നന്മകളെയും അനുഗ്രഹങ്ങളെയും ഓർത്തുകൊണ്ട് അപ്പാ നിന്നെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. നമുക്കെല്ലാവർക്കും മുട്ടിന്മേൽ നിന്ന് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമുക്കെല്ലാവർക്കും മുട്ടിന്മേൽ നിൽക്കാം. വേറൊന്നിനാലും ഞാൻ തൃപ്തനല്ല,
തൃപ്തനാകില്ല. എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവന്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയേ. യേശുവേ 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 യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 ഭൂവാകെ നമിക്കും നിന്നെ, എല്ലാ നാവും സ്തുതി പാടും. കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർതൻ ഉയർപ്പും നീ തന്നെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. എല്ലാവർക്കും ചേർന്ന് പാടാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,